ഒത്തിരിയേറെ പാവങ്ങളെ സമുദ്ധരിക്കുന്നുള്ള പ്രവൃത്തികളിലൊക്കെ ഇടപെടുന്നുണ്ടെങ്കിലും ഏറ്റവും അധികമായി എനിക്ക് അത്ഭുതകരമായ ഫലം കിട്ടിയതായി പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൂടെ എൻ്റെ പ്രാർത്ഥനകൾ ഏതെല്ലാം കാര്യത്തിലാണ് കൂടുതൽ ഫലപ്രദമാകുന്നത് എന്ന് കണ്ടെത്താനും ആ മേഖലയിൽ കൂടുതൽ പേരെ സഹായിക്കാനും എനിക്ക് കഴിയുന്നുണ്ട്. മരണാസന്ന അവസ്ഥയിൽപ്പെട്ടവരെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക കൃപ എനിക്ക് ലഭിച്ചുവെന്ന് അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത്. മറ്റൊന്ന് വൈവാഹിക പ്രശ്നങ്ങളാണ്. വിവാഹ തടസ്സം നേരിടുന്ന പലതരത്തിൽ വിവാഹ തടസ്സം നേരിടുന്നവർ സാമ്പത്തിക പ്രശ്നം മൂലം, കുടുംബപരമായ ചില പശ്ചാത്തലം മൂലം, ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം, ചില ദുഷ്പേരുകൾ മൂലം, പല പ്രശ്നങ്ങളും മൂലം, അജ്ഞാതമായ കാരണങ്ങളാൽ എത്രയായാലും വിവാഹം നടക്കാത്ത ചില സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ പെട്ട് കഴിയുമ്പോൾ കൃത്യമായി അത് തടസ്സം മാറുകയും ഇന്ന ദിവസം ഒരാൾ വരും, ആ വിവാഹം ഉറപ്പിച്ചോളൂ എന്നൊക്കെ പറയുകയും അത് നടക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്ഭുതകരമായി സംഭവിച്ച ഒത്തിരി വിവാഹങ്ങളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് ആലോചിച്ച് നോക്കുമ്പോൾ ഒത്തിരിയേറെ എനിക്ക് സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. എന്നിലൂടെ അങ്ങനെ ദൈവം ചെയ്തല്ലോ, ഞാനല്ല കേട്ടോ, കർത്താവ് ചെയ്തു, അതിലെനിക്ക് സന്തോഷമുണ്ട്. അപ്രതീക്ഷിതമായ മരണാസന്ന അവസ്ഥയിലൊക്കെ വന്ന പലരെയും പ്രാർത്ഥിച്ച് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ ധ്യാനഗുരുക്കന്മാർ ഉൾപ്പെടെയുള്ള പുരോഹിതരുടെ കാര്യത്തിൽ അവർക്ക് വലിയ മരണത്തിൻ്റെ ഒരു കെണി വരുന്നുവെന്ന് വ്യക്തമാകുകയും അത് അവരുടെ കോൺഗ്രിഗേഷനിലെ അച്ഛന്മാരോട് ഞാൻ പറയുകയും ഞാൻ പറഞ്ഞ ആ നാളുകളിൽ തന്നെ അത് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ അപകടം സംഭവിച്ചിട്ടും രക്ഷിക്കാൻ കഴിയും എന്ന എൻ്റെ വാക്ക് വെച്ച് വിശ്വസിച്ച് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു അച്ഛന്മാർ. ആ ധ്യാനഗുരുവിനെ അത്ഭുതകരമായ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞ അനുഭവങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ധാരാളം പേരെ അപ്രതീക്ഷിതമായി അങ്ങനെ രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് പറയുമ്പോഴും അനേകർ അതിന് മുൻകാലങ്ങളിൽ മരിച്ചു പോയത് എനിക്കറിയാം. ഇന്നയാൾ ഇന്ന നാളുകളിൽ മരിക്കും എന്ന് വെളിപ്പെടുത്തി കിട്ടുകയും കൃത്യമായി ആ നാളുകളിൽ അവർ ആ ദിവസങ്ങളിൽ പ്രവചിക്കപ്പെട്ട ആ ഡേറ്റിൽ തന്നെ അവർ മരിക്കുകയും ചെയ്യുക പതിവായിരുന്നു. ഇങ്ങനെ അവരെ രക്ഷിക്കാൻ കഴിയാതെ ഇരിക്കുകയും അവരുടെ കുടുംബത്തിൽ ആരുടെയും പറയുകയോ ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനം? ഞാൻ ഒത്തിരിയേറെ സങ്കടപ്പെട്ടിട്ടുണ്ട്. അനേകരുടെ കാര്യത്തിൽ ചെറുപ്പക്കാരും ഉൾപ്പെടെ അനേകർ മരണത്തെ സംബന്ധിച്ച് സൂചന എനിക്ക് ലഭിക്കുകയും അവർ ആ ഡേറ്റിൽ തന്നെ മരിക്കുകയും ചെയ്യുന്നു എന്നത് കാഴ്ചക്കാരനെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ പലപ്പോഴും. ഇതെന്നെ ഒത്തിരിയേറെ മനസ്സിനെ സങ്കടപ്പെടുത്തി, ഭാരപ്പെടുത്തി. അങ്ങനെ ഞാൻ സങ്കടപ്പെട്ട് എന്തിനെനിക്കിത് പിന്നെ വെളിപ്പെടുത്തുന്നു, ആ വെളിപ്പെടുത്തൽ കൊണ്ട് ഒരു പ്രതിരോധം സാധിക്കുന്നില്ലെങ്കിൽ എന്ത് വെളിപ്പെടുത്തുന്നു എന്നൊക്കെ ചോദിച്ച് സങ്കടപ്പെട്ടിരുന്നപ്പോഴാണ് എനിക്കത് സംബന്ധിച്ച് കാര്യമായി പ്രവർത്തിക്കാനും രക്ഷിക്കാനും കഴിയുന്ന ഒരു വഴി ദൈവം തുറന്നു തന്നത്. എന്തുകൊണ്ട് ഇവർക്ക് മരണത്തിന് കെണി വരുന്നു? ചില ദുഷ്ടാത്മാക്കൾ അവർക്ക് ചില ശക്തി കൂടിയ നാളുകളിൽ ഇവരുടെ മേലും ആ ദുഷ്ടാത്മാക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ അവകാശം വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഏത് ദുഷ്ടാത്മാക്കളാണെന്നുള്ള വ്യക്തത കിട്ടാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന അവസ്ഥ വന്നു. അപ്പോൾ ഏത് ദുഷ്ടാത്മാക്കളെന്നറിയാൻ പ്രാർത്ഥിച്ച് ശ്രമിക്കുന്നതും അതിലുപരി ഒരു അസസ്മെൻറ്റ് നമുക്ക് തന്നെ പറ്റും. കുറേ അനുഭവങ്ങളിങ്ങനെ വന്നതോടുകൂടി നമുക്കും തന്നെ വിലയിരുത്താൻ പറ്റും അവരെ സ്വാധീനിക്കാൻ ഇടയുള്ള ദുഷ്ടാത്മാക്കൾ ഏതൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ആ ദുഷ്ടാത്മാക്കളെ ബന്ധിച്ച് നിർവീര്യമാക്കാനുള്ള പ്രാർത്ഥനകൾ ചെല്ലുക, അതിന് ശക്തിയുള്ള അച്ഛന്മാരെ സമീപിച്ച് അവരോട് ഞാൻ പറഞ്ഞ് ആ ദുഷ്ടാത്മാക്കളെ ബന്ധിച്ച് നിർവീര്യമാക്കുക, അതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അതുവഴി കൃത്യമായ അപകടം ഉണ്ടായാൽ പോലും ഒരു പോറലുമേൽക്കാതെ രക്ഷപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. ഡോക്ടേഴ്സൊക്കെ കൈവിട്ട് ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ കേസുകളിൽ നിസ്സാരമായ ഇടപെടൽ വഴി ഇങ്ങനെ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്താൻ മാത്രമല്ല, അതല്ലാതെ തന്നെ ചില കാര്യത്തിൽ ഒന്ന് കുമ്പസാരിപ്പിച്ചാലായിരിക്കാം, ചില കാര്യത്തിൽ വിശ്രമം സ്വീകരിച്ചാലാണ്, ചില കാര്യത്തിൽ രോഗിലേപനം കൊടുത്താലാണ്. അങ്ങനെ സാഹചര്യം അനുസരിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കി ഞാൻ പെട്ടെന്ന് അച്ഛന്മാരെ വിളിച്ച് ചെയ്യിപ്പിക്കും. അതോടെ കാര്യങ്ങളൊക്കെ ഓക്കെയായി. ചില കാര്യത്തിൽ സഭയുടെ ചില പ്രത്യേക പ്രാർത്ഥനകളിലൂടെ രക്ഷിച്ചിട്ടൊക്കെയുണ്ട്. അതിനടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ട ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ള ചിലരുടെ വ്യക്തമായ കാര്യങ്ങളുമൊക്കെ എക്സാമ്പിൾ സഹിതം ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയെങ്കിൽ അടുത്ത വീഡിയോയിൽ അത് കിട്ടും. ഇങ്ങനെ മരണാസന്ന അവസ്ഥയിൽപ്പെട്ടവരെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക കൃപ എനിക്ക് ലഭിച്ചുവെന്ന് ഇങ്ങനെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത്. ഇനിയിപ്പോൾ ആലോചിച്ച് നോക്കിയാൽ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് അതിശയം തോന്നുകയാണ്. ഇപ്പോൾ കേരളത്തിലെ പ്രധാന ധ്യാന സെൻറ്ററിലെ ഡയറക്ടറെയാണ് അശുദ്ധാത്മക തട്ടിക്കൊണ്ട് പോകാൻ വന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ സാധാരണക്കാരൻ്റെ സ്ഥിതി എന്താണെന്ന് ആലോചിക്കുന്നതേ. അത് പലരെയും ധാരണ ദൈവത്തിൻ്റെ നിശ്ചയമാണ് ആയുസ്, ആയുസ് സംബന്ധിച്ച് ആരും ഒന്ന് ഇടപെടേണ്ട കാര്യമില്ല എന്നൊക്കെയാണ്. പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള എന്തുകൊണ്ട് വരുന്നു എന്നൊക്കെ അറിഞ്ഞ് അത് എങ്ങനെ ബന്ധിക്കണം എന്നൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങളാണെന്നറിയോ വെച്ചാൽ പലരും ഈ മുന്നറിയിപ്പ് എനിക്ക് കിട്ടും, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയാൽ ആൾ മരിച്ചു പോകും. അങ്ങനെ ഒത്തിരി പേരുണ്ട്. കണ്ണൂരിലെ ആ ഡോക്ടർ റോയിയുടെ അമ്മ
അതുപോലെ ഒത്തിരി പേര് എനിക്കറിയാവുന്നൊരു ഞാൻ കറക്റ്റ് മെസ്സേജ് അവരുടെ കുടുംബത്തെ ആർക്കെങ്കിലും കൊടുക്കും, ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയും ചെയ്യും. സംഭവം ഒക്കെ നടക്കുകയും ചെയ്യും. ഒരു മാറ്റവും ഇല്ലാതെ മരണം ഉറപ്പ്. അങ്ങനെ സങ്കടപ്പെട്ട് ഇതെന്താ ഒരു ഫലവും ഇല്ലെങ്കിൽ രക്ഷിക്കാൻ പറ്റില്ല, പിന്നെ എന്തിനു വെളിപ്പെടുത്തുന്നതൊക്കെ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച് ഒടുവിലാണ് നമുക്ക് ഇതിൻ്റെ റൂട്ടൊക്കെ തെളിഞ്ഞു വന്നതേ. അതൊക്കെ ഓർത്ത് നോക്കിയാൽ ഒരു എന്തോ എനിക്ക് പിന്നെ ആലോചിക്കുമ്പോൾ അതെന്തോ ഒരു അത്ഭുതം പോലെ അത്ര വിസ്മയമായിട്ട് തോന്നുകയാണ്. നമുക്ക് ഈ കൃത്യമായിട്ട് ഇന്ന ഡേറ്റിൽ ഇന്ന നാളുകളിൽ അത് സംഭവിക്കുമെന്ന് വെളിപ്പെടുത്തൽ കിട്ടിയിട്ടും അതേ ഡേറ്റിൽ കൃത്യമായി പെട്ടെന്ന് അച്ഛൻ തളർന്നു പോയതും പിന്നെ ഡോക്ടേഴ്സ് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞത് ഒടുവിൽ കോഴിക്കോട് എത്തിയപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ എത്തിയപ്പം ബാത്രാങ്കളച്ഛൻ ചെന്ന് ശുശ്രൂഷയൊക്കെ ചെയ്തില്ല. അതിനെ കുറിച്ച് താല്പര്യപൂർവ്വം എന്നോട് പറഞ്ഞതും പോയതും കൊടുത്തതും ഒക്കെ. അതെ അതെ അതെ. ഇന്ന വഴിക്ക് വരുന്ന അശുദ്ധാത്മാക്കളുടെ സ്വാധീനമാണെന്നോ അതങ്ങനെ അത് പേര് തന്നെ പറഞ്ഞ് ബന്ധിക്കണമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ തന്നെ അച്ഛൻ ചെയ്തത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കാരണം ഇന്ന അശുദ്ധാത്മാക്കൾ തട്ടിക്കൊണ്ടുപോകാൻ വരുന്നു എന്ന് മുന്നറിയിപ്പ് കിട്ടിയത് സ്ഥിതിക്ക് അതേ ആളെ ആ രൂപശക്തിയെ തന്നെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വെളുത്തുവരി പോയി കുറെ നാൾ ജോലി ചെയ്തായിരുന്നു. അതെ 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 പിന്നെ കുറെ നാൾ ജോലി ചെയ്തു. അന്ന് ഡോക്ടേഴ്സ് ഏതാണ്ട് 48 മണിക്കൂറിന് ശേഷം വരാൻ പറ്റുള്ളൂ എന്നും അതുപോലെ കാര്യമായ പ്രതീക്ഷയില്ലെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിയിലായിരുന്നു. അച്ഛൻ ചെന്ന് ആ പ്രത്യേക അശുദ്ധാത്മാവിനെ ബന്ധിച്ചൊക്കെ ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ ചികിത്സയിൽ പിറ്റേന്ന് മുതലാണ് പുരോഗതി. അതുവരെ പുരോഗതി ഇല്ലായിരുന്നു, മരുന്നിന്റെ റെസ്പോൺസും ഇല്ലായിരുന്നല്ലോ. അതിനുശേഷമാണ് പെട്ടെന്ന് ചികിത്സയ്ക്ക് പുരോഗതി വന്നതും ഇതൊക്കെ. ഞാനിപ്പോൾ ഏതായാലും അങ്ങനെ അത്രയ്ക്ക് തീവ്രമായിട്ട് ഉള്ള ശുശ്രൂഷകളൊന്നും ഇപ്പം ചെയ്യുന്നില്ല. അതിനൊക്കെ അതിനൊക്കെ സഹകരിക്കാൻ അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഞാനിങ്ങനെ നേരിട്ടൊന്നും അങ്ങനെ ബന്ധിക്കാൻ നിൽക്കാറില്ല. നമ്മുടെ കുടുംബജീവിതമൊക്കെ അല്ലേ. അപ്പോൾ ഏതെങ്കിലും നമുക്ക് നമ്മൾ പറയുന്ന ഇന്ന മെസ്സേജ് അനുസരിച്ച് ഇന്ന ആള് മരണം എടുത്തു, ഇന്ന ആൾ ഇന്ന ഡേറ്റ് മരിക്കാനുള്ള കെണിയുണ്ട്, ഇന്ന അശുദ്ധാത്മാവാണ് കെണി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ വിശ്വസിച്ച് ബോധ്യപ്പെട്ട് സംഭവം ഉണ്ടായ ശേഷമെങ്കിലും ആ അശുദ്ധാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ അച്ഛന്മാരെ റെഡി അല്ലെങ്കിൽ അവിടെ കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതെ അത്ര വിശ്വാസം വരുന്നില്ല. അന്ന് ഏതായാലും അച്ഛൻ അത് പോയി ഞാൻ പറഞ്ഞ പോലെ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അശുദ്ധാനം ബന്ധിക്കുകയും ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ പലരെയും അങ്ങനെ എപ്പോഴും ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റാറില്ല. ആ മേഖല പറഞ്ഞു കിട്ടാൻ അത്ര എളുപ്പമല്ല. അതെ അതെ അതെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.